പ്രതിസന്ധികൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷേ നാം ഭയപ്പെടരുത്. കാരണം നാം കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ മക്കൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം കർത്താവിൽ വിശ്വസ്തരായി നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നാം തകർക്കുവാൻ ഒരിക്കലും ചിന്തിക്കുന്ന വ്യക്തികളല്ല. നമ്മെ വേദനിപ്പിക്കുന്നതും നമ്മെ പ്രയാസപ്പെടുത്തുന്നതും നമ്മെ സങ്കടപ്പെടുത്തുന്നതും ഒക്കെ വ്യക്തികൾക്ക് വേണ്ടി നാം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ മാനസാന്തരത്തിനായി, അവരെ നല്ല നടപ്പിനായി നാം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നാം കർത്താവിൻ്റെ മക്കളായിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ എന്തു തന്നെ കടന്നു വന്നാലും നാം അതൊന്നും കണ്ട് ഭയപ്പെടാതെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ദൈവം നന്മകളാൽ നമ്മെ നിറയ്ക്കുവാനും ഇടയായിത്തീരും. കർത്താവിൻ്റെ മക്കളായ നാം പ്രതികൂലങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്, പ്രതിസന്ധികളെ ഒരിക്കലും ഭയപ്പെടരുത്, മനുഷ്യനെ ഒരിക്കലും ഭയപ്പെടരുത്. നാം ഭയപ്പെടേണ്ടത് കർത്താവിനെ മാത്രം. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തികളും നാം ചെയ്യുവാൻ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് കർത്താവ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. നാം മറ്റുള്ളവർക്കെതിരായി നാം ഒരിക്കലും പ്രവർത്തിക്കുവാൻ പാടില്ല. കർത്താവിൻ്റെ മക്കൾ എപ്പോഴും കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, കർത്താവിന് പ്രീതി നേടുന്ന കാര്യങ്ങൾ ചെയ്ത്, കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആയാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ നന്മകളും അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും.